ഈ വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഞാൻ എവിടെ പോവാണെന്നല്ലേ, വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ഓതറ പുതുക്കുളങ്ങര അമ്പലത്തിലേക്ക്. ഇന്നത്തെ ഈ ഒരു ദിവസം ഉണ്ടല്ലോ, ഞങ്ങളുടെ ഈ ദേശത്ത് ഈ അമ്പലത്തിലെത്താത്തവരായിട്ട് ആരും തന്നെ കാണില്ല. എന്താണ് ഇത്രയും ആൾക്കാർ ഇങ്ങനെ തടിച്ചുകൂടിയെന്നായിരിക്കും അല്ലേ? അതൊരു വലിയ വിസ്മയം കാണാൻ വേണ്ടിയിട്ടാണ്. എടാ, 1001 പാളയിൽ ഉണ്ടാക്കിയെടുത്ത മഹാഭൈരവിക്കോലം. എടാ, ആ വരുന്ന വരവുണ്ടല്ലോ, അതൊന്ന് കാണേണ്ടത് തന്നെയാ കേട്ടോ. പടയണിയാണ് ഇവിടുത്തെ ഉത്സവം. പടയണി തീരുന്ന അവസാനത്തെ ദിവസമാണ് ഈ 1001 പാളയിൽ തീർത്ത ഭൈരവിക്കോലം. പച്ചപ്പാള ചെത്തി മിനുക്കി ഇത്ര ഭംഗിയിലാണ് ഇത് എഴുതിയെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ തുന്നി ചേർത്തിരിക്കുന്നത്. ഒരു നാടിന്റെ മൊത്തം സന്തോഷവും പ്രാർത്ഥനയും ഒക്കെ ഒരുമിച്ചുണ്ടാകുന്ന ഒരു നിമിഷമാണിത്. ഭദ്രകാളിയുടെ വിരാട രൂപമാണ് ഈ മഹാഭൈരവി. കർണാഭരണങ്ങളായിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ ആനയും സിംഹവും. ഇത് അടുത്ത് വരുമ്പോൾ മനസ്സിലാവും, ഭയങ്കര വലിപ്പമാണ്. നമ്മൾ ഈ തടിയും കൊണ്ടുള്ള ചക്രങ്ങളും ചട്ടവും ഒക്കെ ഉപയോഗിച്ചാണ് ഇത് കളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ തീപ്പന്തങ്ങളുടെ വെട്ടത്തിൽ വരച്ചേക്കുന്ന ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് നല്ല ഭംഗിയോടെ കാണാം. വിഷു വരെ ഇവിടെ ഇങ്ങനെ തന്നെ വെച്ചേക്കും. കഴിയുമ്പോഴാണ് കേട്ടോ അത് അഴിച്ചു മാറ്റുന്നത്. 1001 പാളയിൽ തീർത്ത വിസ്മയം എല്ലാരും കണ്ടല്ലോ. അത് കഴിഞ്ഞ് നേരെ ഞാനും അനന്തും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. നേരെ പിന്നെ വീട്ടിൽ പോയി. അത്രേ ഉള്ളൂ. ബായ്.